മൂന്ന് കരുത്തരായ നേതാക്കൾ ഏറ്റുമുട്ടുന്ന കേരളത്തിലെ മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധി 4.5 ലക്ഷത്തിനടുത്ത് വോട്ടുമായി കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് പോകുമ്പോൾ ഇത്തവണ രാഹുൽ ഗാന്ധിക്കൊപ്പം മത്സരിക്കാൻ എത്തുന്നത് CPI-യുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് ആനി രാജ. മറുഭാഗത്ത് അപ്രതീക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും. NDA വേഴ്സസ് ഇന്ത്യ മുന്നണി അങ്ങനെ പറയാൻ കേരളത്തിന് പുറത്ത് കഴിയുമെങ്കിലും ഇന്ത്യ മുന്നണിയിലെ രണ്ട് ദേശീയ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ കൂടിയാണ് വയനാട് ദേശീയ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. വയനാട്ടിൽ എന്താണ് സാധ്യത? രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം കുറയ്ക്കും എന്നത് മാത്രമാണോ, അതല്ല അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ? K. സുരേന്ദ്രൻ വയനാട്ടിലുള്ള എല്ലാ വോട്ടുകളും BJP അനുകൂല വോട്ടുകളും സ്വന്തം പക്ഷത്താക്കി വയനാട്ടിലെ NDA-യുടെ സാന്നിധ്യം ദേശീയ തലത്തിൽ തന്നെ അറിയിക്കുമോ? എന്താണ് വയനാടിന്റെ രാഷ്ട്രീയ മനസ്സിലുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി LDF-ൽ നിന്നും CK ശശീന്ദ്രൻ, ഒപ്പം UDF-ൽ നിന്നും സംഷാദ് മരക്കാർ, NDA-ൽ നിന്നും TP ജയചന്ദ്രൻ മാഷ് എന്നിവർ ചേരുന്നു. ഒപ്പം വയനാട്ടിലെ വോട്ടർമാരും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് കുരുക്ഷേത്രത്തിൽ. ആദ്യം ഞാൻ സംഷാദ് മരക്കാർ, ഇപ്പോഴും ആ രാഷ്ട്രീയ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല. ഇന്ത്യ മുന്നണിയിലെ രണ്ടു ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് മോദിയെ പരാജയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്നതിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് MP ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് മത്സരിക്കുന്നത്. ഈ ഒരു ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇടത്ത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. CPI-യുടെ ഒരു ദേശീയ നേതാവിനെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള ചോദ്യം തിരിച്ചും ചോദിക്കാം. കാരണം അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയോടൊരു മര്യാദയും കോൺഗ്രസ് കാണിക്കാത്തത് എന്ന് അവർ പറയുന്നൊരു കാര്യവും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആനി രാജയെ ഇവിടെ നിന്ന് മത്സരിപ്പിക്കാതെ വേറെ ഏതെങ്കിലും സീറ്റിൽ മത്സരിപ്പിക്കാൻ അവർ ദേശീയ നേതാവാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ LDF, UDF എന്നുള്ള രീതിയിൽ തന്നെയാണ് മത്സരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, ഇന്ത്യയിൽ മുഴുവനുണ്ട്. BJP-യെയും RSS-നെയും ഫാസിസ വിരുദ്ധ ചേരിയാണ് ഇന്ത്യ മുന്നണി. പക്ഷെ കേരളത്തിൽ ഇങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വളരെ ന്യായമായൊരു ചോദ്യം. മാനന്തവാടിയിലെ ഈ ഗ്രാമത്തിൽ വന്യജീവി ആക്രമണത്തിന് വിധേയരായ ഒരു വീട്ടമ്മ ഞങ്ങളുടെ പറമ്പിലെ കപ്പ കാട്ടുപന്നി കുത്തി എന്ന് MP എടുത്ത് എങ്ങനെ പറയും? അല്ല, വയനാട്ടിലെ പല പ്രശ്നങ്ങൾ MP എടുത്ത് പറയണമെങ്കിൽ ഒരു MP അവൈലബിൾ ആവേണ്ട സമയത്ത് MP ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഭാഷ അരുണ, ഇത് മത്സരിക്കുന്നത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലേക്കല്ല, ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തേക്കാണ്. അവിടെ രാഹുൽ ഗാന്ധിക്ക് മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ 5 വർഷക്കാലം വയനാട്ടിലെ ആളുകൾ വിവിധ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയോട് അവതരിപ്പിച്ചത് എങ്ങനെയാണ്? ഞാൻ അങ്ങോട്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാട്ടുപന്നിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാനന്തവാടിയിലെ വെള്ളമുണ്ട പുളിഞ്ഞാലിലെ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ ആള് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും രാഹുൽ ഗാന്ധി അടുത്ത് വരുന്നു, അവർ സംസാരിക്കും. അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാലോ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടാണ് മത്സരം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഷ മാത്രമല്ല, ദേശീയമായി അവരുടെ സ്വന്തം നാട്ടുകാരിയാണ്. കേരളത്തിൽ നിന്നുള്ള വയനാടുമായി ബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അമേഠിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇപ്പൊ മലയാളി, ഇപ്പൊ കർണാടകക്കാരനായ ഒരു ആൾ ഉത്തർപ്രദേശിൽ നിന്ന് MP ആവുന്നുണ്ട് അല്ലേ? കർണാടകയിൽ നിന്നും BSP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാൾ ഡാനിഷ് അലി ഉത്തർപ്രദേശിൽ നിന്നാണ് MP ആവുന്നത്. അപ്പോൾ ഗുജറാത്തുകാരനായ മോദി, ഗുജറാത്തി ഭാഷ നന്നായി അറിയാവുന്ന മോദി മത്സരിക്കുന്നത് വാരണാസിയിലാണ്. അപ്പൊ 543 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് നടക്കുന്ന മത്സരത്തിൽ ഭാഷയല്ല പ്രശ്നം. ഭാഷ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ വിവിധ രീതികളിലുള്ള ഭാഷകളുണ്ട്. ഇപ്പൊ നമുക്ക് തമിഴ് അറിയാവുന്ന ആളുകളെ തമിഴ്നാട്ടിൽ മത്സരിക്കാവൂ, കർണാടക അറിയുന്ന ആളുകളെ. മലയാളികളായ ജോർജും ഹാരിസും ഒക്കെ ഇന്ന് കർണാടകയിൽ മത്സരിക്കുകയും ജോർജ് കർണാടകയിലെ മന്ത്രിയുമാണ്. അപ്പൊ ഭാഷ ഒരു പ്രശ്നമേ. എങ്കിൽ മറ്റൊരു ചോദ്യം, സുരക്ഷിത സ്ഥാനം തേടി വന്നു എന്ന ആരോപണത്തെ നിങ്ങൾ എങ്ങനെ തള്ളിക്കളയും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മറുപടി. കാരണം ഇത് സിറ്റിംഗ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെയാണ് മത്സരിച്ചത്, ഇവിടെ നിന്ന് വിജയിച്ച ഒരാളാണ്. അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വീണ്ടും മത്സരിക്കുക എന്ന് പറയുന്നതാണ് എടുത്തത്, അല്ല അത് പുതിയതായി ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കടന്നു വന്നതല്ല. ഇനി അദ്ദേഹം ഇവിടെ മാത്രമാണോ മത്സരിക്കുക എന്നുള്ളത് വ്യക്തമല്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിലപ്പോൾ ഉത്തരേന്ത്യയിലും മത്സരിക്കാൻ സാധ്യത ഉണ്ടാവാം. ഇനി ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടാൻ തീരുമാനിക്കുന്നത് ഇത്ര വലിയ അപരാധമാകുന്നത് എങ്ങനെയാണ്? അതാണ് CK ശശീന്ദ്രൻ. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ആ സിറ്റിംഗ് MP എന്ന നിലയിൽ അദ്ദേഹം ഇക്കുറി ജനവിധി തേടാൻ തീരുമാനിക്കുന്നു. ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാവുന്നത് ഇപ്പോഴാണ്, 2019-ലില്ല. അപ്പൊ 2024-ൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയോട് നിങ്ങൾക്കൊരു ധാർമ്മികമായ കടപ്പാടില്ലേ? ആനി രാജയെ പിൻവലിച്ച് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നാണ് ചോദ്യം. ചോദ്യം തികച്ചും തെറ്റും. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിൽ വെളിപ്പെടുത്തുന്നത്. അതിന് കാരണം
2019 ഇന്ത്യ മുന്നണി ഇല്ല എന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ അവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്നല്ല, BJP പരാജയപ്പെടുത്തണമെന്നാണ്. രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവും കേരളത്തിൽ വന്നാൽ BJP പരാജയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായ, ഇന്ത്യയിൽ എപ്പോഴെല്ലാം രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉയർന്നു വന്നിട്ടുണ്ടോ, ഈ ഇന്ത്യ മുന്നണിയുടെ നിലവിലെ നേതാവ് കൂടിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നത് CPM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ്. രാഷ്ട്രീയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് ഞങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം, പക്ഷേ അമേത്തിയിലുണ്ടായ അനുഭവം ഇപ്രാവശ്യം വയനാട്ടിലുണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അമേത്തിയിൽ നിന്ന് ഒളിച്ചോടി വീണ്ടും വയനാട്ടിലേക്ക് വരാൻ അദ്ദേഹം പാടില്ലായിരുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും എതിർക്കാൻ വേണ്ടി കഴിയും. രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഇന്ത്യ ദേശീയ മുന്നണിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു സന്ദേശം അദ്ദേഹം കൊടുക്കുകയാണ്. അദ്ദേഹം അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? കർണാടകയിൽ സുരക്ഷിതമായ സീറ്റില്ല, അങ്ങനെയെങ്കിൽ ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. കാരണം ഞങ്ങൾക്ക് മത്സരിച്ച് തോൽപ്പിക്കുന്നതിന് വിഷമമൊന്നുമില്ല, ഞങ്ങൾ തോൽപ്പിക്കാൻ തീരുമാനിച്ചു നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ഹിന്ദിയും സംസാരിക്കും, മലയാളവും സംസാരിക്കും, തമിഴും സംസാരിക്കും. ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നേയില്ല. ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല മത്സരം എന്ന കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. പക്ഷെ അവരെല്ലാം സംസാരിക്കും. മാത്രമല്ല നല്ല പോരാളിയാണ്. അങ്ങനെ ഒരു വനിതയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഒരു വനിത എന്ന പരിഗണനയും പോലും രാഹുൽ ഗാന്ധി കാണിച്ചില്ലല്ലോ. ഒരു വനിതയോട് ഒരു പരിഗണന കാണിക്കണ്ടേ? അതുപോലെ രാഹുൽ ഗാന്ധി കാണിച്ചില്ലല്ലോ. മത്സരം സ്ത്രീകളോട് കൂടിയാണ്. അതെ, സ്ത്രീകളോട് മത്സരിക്കുക, അതൊന്നും നല്ല വിഷയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്വം, ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് എത്തും പിടിയുമില്ല. അതാണ് അവന്റെ വിഷയം. പൗരത്വ അടുത്ത ഘട്ടത്തിൽ ഞാൻ TP വിളിക്കും. TP, ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം ഏറ്റവും റിസ്ക് പിടിച്ചൊരു മണ്ഡലമാണ്. 80,000-900,000 വോട്ട് മാത്രമുള്ള ഒരു വയനാട് മണ്ഡലത്തിലേക്ക് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിയോഗിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. രാഹുൽ ഗാന്ധിയെ നേരിടാൻ കരുത്തനായ BJP സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്നു. അതുകൊണ്ട് BDJS-ന് സീറ്റ് കൊടുക്കാതെ നിങ്ങൾ ആ സീറ്റ് ഏറ്റെടുത്തതിലും BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിയോഗിച്ചതിലും നിങ്ങളുടെ രാഷ്ട്രീയ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് വോട്ട് കണ്ടെത്തും? ഡോക്ടർ അരുണിന്റെ നല്ല വാക്കുകൾക്ക് ഞാൻ കൃതജ്ഞതയുള്ളവനാണ്. അരുണെ, 2019 അല്ല 2024. 2024 വയനാട്ടുകാരുടെ മനോഗതി ആയിരുന്നില്ല 2019. 2019 നിങ്ങൾ പറഞ്ഞ 4.5 ലക്ഷമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പറഞ്ഞു ഇത് അടുത്ത പ്രധാനമന്ത്രിയാണ് അയാൾ. വയനാട് പോലുള്ള ഒരു പിന്നോക്കം നിൽക്കുന്ന കർഷകരും വന്യജീവികളും ഒക്കെ ആക്രമിക്കുന്ന സംസ്ഥാനത്തിന് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വലിയ എന്തൊക്കെയോ ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചു. താങ്കൾ തന്നെ ഇൻട്രോയിൽ പറഞ്ഞു ഇവിടുത്തെ ആളുകളുടെ ആവലാതി ഒന്ന് കേൾക്കാൻ. ഭാഷ ഒന്നും തടസ്സമാണെന്ന് ഞാൻ പറയുന്നില്ല, വേണ്ട, അദ്ദേഹം കേൾക്കണ്ട, ഇവിടെ വരണ്ട. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ എപ്പോഴെങ്കിലും അദ്ദേഹം എഴുന്നേറ്റ് വയനാടിൻ്റെ ഭീഷണമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? മാത്രമല്ല വയനാട്ടുകാർ ഇന്നൊരു കാര്യം തിരിച്ചറിയുന്നു, ഒരു മുന്നണിയാണ് ഈ രണ്ടുപേരും. ഇവർ ഒരു മുന്നണിയൊക്കെ ഉണ്ടാകുന്നത് അപ്പുറത്തുള്ള ഇപ്പോഴത്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആദർശത്തിൻ്റെ പേരിലാണ് എന്നാണല്ലോ. ഒരാദർശത്തിൻ്റെ പേരിൽ, ആശയത്തിൻ്റെ പേരിൽ ഒന്നിച്ചിരിക്കുന്നവർ ഇവിടെ വന്ന് കടിപിടി കൂടേണ്ടി വരുന്നതിൻ്റെ അവ്യക്തത എന്താണ്? ഈ കൂട്ടർക്ക് ഈ രാജ്യം ഏൽപ്പിച്ചാൽ നാളെ വയനാട്ടുകാരുടെ ഗതി എന്തായിരിക്കുമെന്നുള്ള ചിന്ത കൂടിയില്ലേ? ഇതൊന്നുമല്ല അരുണെ വയനാട്ടുകാർ നേരിടുന്ന പ്രശ്നം. താങ്കൾ പറഞ്ഞ മാതിരി ഇവിടുത്തെ ഗതാഗത പ്രതിസന്ധിയുണ്ട്, ആരോഗ്യരംഗത്തെ ചികിത്സാ രംഗത്തെ പ്രതിസന്ധിയുണ്ട്, കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുണ്ട്, വന്യജീവി ആക്രമണത്തിൻ്റെ പ്രതിസന്ധിയുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ഇത്രയും കാലം മാറി ഭരിച്ച ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വേദനാജനകമായ അനുഭവമല്ലേ? ഒന്നുകൂടി ഞാൻ പറയും, ഈ രണ്ട് കൂട്ടർക്കും ഉണ്ടായിരുന്ന സാമ്പിൾ ഡോസായിരുന്നു ഏറ്റവും അവസാനം നമ്മുടെ മാനന്തവാടി പരിസരത്തുണ്ടായിരുന്ന കാട്ടാന ആക്രമണത്തിൽ. ഒരു കൂട്ടരെ നേരിട്ടത് കുപ്പിയും കല്ലുമായിരുന്നു, അവരെ ഓടി ഒളിക്കേണ്ടി വന്നു. 2 MLA-മാർ ഇവിടെ വന്നു ജനങ്ങളെ കാണാൻ. ജനങ്ങൾ കൃത്യം മനസ്സിലായി ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, എന്തിനാണ് വരുന്നതെന്ന്. അതുകൊണ്ട് കുപ്പിയും കല്ലുമായി നേരിട്ടു. മറ്റാളുകൾക്ക് ഇവിടെ വരാൻ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല, ഇത്തരത്തിൽ അഭിമുഖീകരിക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ വയനാടിനെ അഡ്രസ്സ് ചെയ്ത് ആരാണ് എന്ന് അവർക്ക് അറിയാം. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം വോട്ടിൻ്റെ എണ്ണം വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു അരുണെ? നമുക്ക് ഒരു 5 കൊല്ലം മുമ്പ് CPM-ന് 34 കൊല്ലം ഭരിച്ച ത്രിപുര അവർക്ക് നഷ്ടപ്പെടുമെന്ന്, 24 കൊല്ലം ഭരിച്ച ബംഗാൾ, ത്രിപുരയിൽ ഒരു BJP ഗവൺമെൻറ് ഉണ്ടാകുമെന്ന് ഉറങ്ങുന്ന ഉറക്കത്തെ നമ്മൾ വിശ്വസിച്ചിരുന്നു. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഓടി ഇവിടെ എത്തുമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി വയനാട്ടുകാരെ സ്നേഹിച്ച് വന്നതാണോ അദ്ദേഹം സിറ്റിംഗ് MP ആയത് വയനാട്ടുകാരോടുള്ള പ്രതിബദ്ധത കൊണ്ടല്ല. ഏറെ വർഷക്കാലം കോൺഗ്രസ്സുകാർ സേവിച്ച് സന്തോഷം കൊണ്ട് അവരെന്തു കൊടുക്കുമെന്ന് അറിഞ്ഞ് വയനാട്ടിലെത്തി. ഇപ്പൊ വയനാട്ടുകാരും അനുഭവിക്കുന്ന ഇതേ വേദനയും പ്രയാസവും അല്ലേ? അമേഠിയുടെ വേദന വയനാട്ടുകാർ അഭിമുഖീകരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ വന്യജീവി ആക്രമണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ വയനാട്ടിലുണ്ട്.
പക്ഷേ നിങ്ങളുടെ MP ആവാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്നത് താൻ ആദ്യം പാർലമെന്റിലെത്തിയാൽ ചെയ്യാൻ പോകുന്ന സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കുമെന്നാണ്. അതാണോ ഈ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? TP അരുണിന്റെ ഉള്ളിലുള്ള അവതാരകനാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമാണോ? എവിടെയാ സുരേന്ദ്രൻ? മാധ്യമപ്രവർത്തകൻ അല്ല, എവിടെയാ? റിപ്പബ്ലിക്കിന് ഇന്നലെ കൊടുത്ത റിപ്പബ്ലിക്കിന്റെ അഭിമുഖത്തിൽ എന്ത് പറഞ്ഞു? ഗണപതി വട്ടം എന്നാക്കുമത്രേ സുൽത്താൻ ബത്തേരി. ആ ഒരു കാര്യം മാത്രമാണോ സുരേന്ദ്രൻ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതാണ്. ഇതിപ്പോ ഞാൻ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. വയനാട്ടിലെ കാർഷിക പ്രതിസന്ധിക്ക് വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകും. വയനാട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റകരമായ അനാസ്ഥമം ലഭ്യമാക്കുന്ന നടപടി ഉണ്ടാകും. വയനാട്ടില് ഇന്ത്യ രാജ്യത്ത് അത്യപൂർവമായി റെയിൽവേ ഗതാഗതം ഇല്ലാത്തൊരു സംസ്ഥാനമാണ്, ഒരു പ്രദേശമാണ് വയനാട്. ഈ വയനാട്ടിലേക്ക് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ പോലും അനുവദിക്കാൻ സംസ്ഥാനത്തിന് അതിനാവശ്യമായ തുക നീക്കിവെക്കും. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, നോക്കൂ സംഷാദ് മരക്കാർ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി വേണം. രണ്ടുപേരും പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് അവിടെ ആനി രാജയോട് കൊമ്പ് കോർക്കാനല്ല പോകേണ്ടിയിരുന്നത്. ഒന്നുകിൽ വാരണാസിയിൽ, വേണ്ട ഉത്തരേന്ത്യയിൽ, അതും വേണ്ട കർണാടകയിൽ നിങ്ങൾക്ക് മത്സരിക്കാമായിരുന്നില്ലേ? രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാമായിരുന്നില്ലേ എന്നതാണ്. രാഷ്ട്രീയ പാപ്പരത്വമാണോ ഇത്? ഒന്ന് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയുമാണ്, CPM അല്ല. AKG സെന്ററിൽ നിന്ന് വെള്ളക്കടലാസിൽ തരുന്ന സ്ഥലത്ത് മത്സരിക്കാനിരിക്കുന്ന ആളല്ല രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ അഭിപ്രായം. രണ്ട്, BJPയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ CPMന്റെ പ്രതിനിധിയോട് ചോദ്യം ചോദിക്കുന്നു. CPM നേരിട്ട് ഈ 543 പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയാണ് BJPക്കെതിരെ നേരിട്ട് മത്സരിക്കുന്നത്? അവർ ദുർബലരാണ്, പറയാം. അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് അവിടെയൊക്കെ മത്സരിക്കുന്നതും BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതും കോൺഗ്രസ് ആണല്ലോ. പക്ഷേ നോക്കൂ, ഇപ്പൊ ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ ഈ രക്ഷിച്ചെടുത്തത്? ടിപ്പു സുൽത്താൻ രക്ഷിച്ചെടുക്കുന്നത് പോലെ ഈ പടനായകൻ മുൻപിൽ നിന്ന് നയിക്കണ്ടേ? വാലറ്റിട്ട് വന്ന് സുരക്ഷിതമായ കേന്ദ്രത്തിലാകണോ വരേണ്ടത്? ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അദ്ദേഹം നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതും BJPക്കെതിരെ പോരാടുകയും ചെയ്യുന്നത്. ഈ മണ്ഡലത്തിൽ CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും BJPക്കെതിരെ പ്രസംഗിക്കാനും പ്രചരണം നടത്താനും പോകുന്നവരാണ് രാഹുൽ ഗാന്ധിയാണ്, അല്ലേ? പക്ഷെ അത് മത്സരിക്കുന്ന സീറ്റും തമ്മിൽ നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുക. നിങ്ങൾ ആ മാളത്തിൽ വന്ന് ഒളിച്ചിരുന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എത്ര പ്രസംഗം നടത്തിയാലും ആളുകൾ വിശ്വസിക്കും. ഒരു പാർലമെന്റ് ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യയിൽ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെയും ഉത്തംഗ ശൃംഖത്തിൽ അതൊരു സൂചനയാണ് സാർ. പക്ഷേ അജയ് റോയി നിർത്തിയിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷനാണ്. പക്ഷെ അമേഠിയിൽ എന്തുകൊണ്ട് വരുന്നു? അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? മത്സരിക്കുമായിരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചാൽ ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചു. നോക്കൂ, അമേഠിയിൽ പരാജയപ്പെട്ടു. അമേഠിയിൽ പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അമേഠിയിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല, ഉത്തരേന്ത്യയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറയാലോ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഇനി മത്സരിക്കുന്നില്ല എന്ന് കരുത്, ഒരു സീറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നുള്ളൂ വയനാട്. ഇതിൽ എന്ത് രാഷ്ട്രീയ എങ്ങനെ പറയും? CPMകാർക്ക് എന്തും പറയും. ഇത്ര ഭീരുവായ സ്ഥാനാർത്ഥി നയിക്കുന്ന ഒരു ഇന്ത്യ മുന്നണിയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് CPIക്ക് പോയിക്കൂടെ? ഇന്ത്യ മുന്നണി ഭാഗമായി നിൽക്കണ്ടെന്നേ. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണല്ലോ CPMന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. അതിൽ തർക്കമില്ലല്ലോ. ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പടവും വേണ്ട, അദ്ദേഹത്തിന്റെ പടവും വേണ്ട, വോട്ടും വേണ്ട, ഞങ്ങൾ സ്വന്തം ജയിച്ചോളാം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് CPMഉം CPIയും പോകാത്തത്? രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ 5 MLAമാരുള്ള പാർലമെന്റ് മണ്ഡലമാണ് സിക്കർ. ദേശീയ തലത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പൊളിറ്റിക്കൽ ഇന്ത്യ മുന്നണിയിലെ CPIയുമായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു, ഏറ്റവും കൂടുതൽ സീറ്റ് വിട്ടുകൊടുത്ത പാർട്ടി ഏതാ? കോൺഗ്രസ് ആണ്, അല്ലേ? അതെന്തിനാ വിട്ടുകൊടുത്തത്? ഇന്ത്യ മുന്നണിക്ക് വേണ്ടി. ഇന്ത്യ മുന്നണിയുടെ അർത്ഥം BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പോരാട്ടമോ BJPക്കെതിരെയുള്ള പോരാട്ടമോ ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല. അത് അതിന്റെ ഭാഗമായി ഒറ്റ കാര്യം നോക്കൂ, CK ശശീന്ദ്രൻ വയനാട്ടിൽ ഇതുവരെ ചെങ്കൊടി പാറിയിട്ടില്ല. ആ ചെങ്കൊടി ഉറക്കാത്ത, ഞാൻ പറഞ്ഞത് ലോക്സഭാ മണ്ഡലത്തിലാണ്, ആ ലോക്സഭാ മണ്ഡലത്തിൽ ചെങ്കൊടിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഷാനവാസ് ജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആകണമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇത് നിങ്ങളുടെ ഒരു മണ്ഡലമായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരില്ല സാർ. അല്ല, ദുർബലവും ബാലിശവുമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ഈ 2019 ശേഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം MP ആയ ശേഷമാണ്. പിന്നെ എന്തിനാ ഞങ്ങളിവിടെ നിൽക്കുന്നത്? CPMനെയും ഇടതുപക്ഷത്തെയും മാറ്റി നിർത്താമായിരുന്നല്ലോ.
അന്ന് എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളും ഓരോ യൂണിറ്റാണ്. ബംഗാളിൽ പരസ്പര മത്സരം ഉണ്ടാകും, കേരളത്തിൽ പരസ്പര മത്സരം ഉണ്ടാകും എന്നൊക്കെ അന്നേ പറഞ്ഞതാണ്. ആ കാര്യങ്ങളിൽ യോജിക്കാതെ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് അതേ എവിടെ വേണമെങ്കിൽ മത്സരിക്കാം. CPM-ന്റെ AKG സെന്ററിലെ ജോലി രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നത് തീരുമാനിക്കലല്ല. ആ രീതിയിലുള്ള അർത്ഥശൂന്യമായ കാര്യങ്ങളൊന്നും ഇത്തരം ഒരു ചർച്ചയിൽ ഉന്നയിച്ചത് ഖേദകരമായി പോയി. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരെയും നിശ്ചയിക്കുന്നില്ല. പക്ഷെ ഞങ്ങളെ പിന്തുണയോടെ നേടാറുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്നും നേരത്തെ ത്രിപുരയിൽ നിന്നുമെല്ലാം ജയിച്ചു വന്നിട്ടുള്ള MP-മാരുടെ പിന്തുണയോടുകൂടിയായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇടയാക്കിയത് ഇവരുടെ പരാതിയാണ്, അത് വേറെ കാര്യം. എന്നാലും അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നിരുന്നത്. ഈ കാര്യത്തിലൊപ്പം തന്നെ ഓരോ സംസ്ഥാനത്തിനകത്ത് ഓരോ രാഷ്ട്രീയവും ഓരോ കാര്യങ്ങളും ഉണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരുടെ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ട് കോൺഗ്രസിന്റെ കൊടിയെടുക്കാൻ ഇവർക്ക് പറ്റൂല. വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടി ഉപേക്ഷിച്ചു. എത്ര മഹത്തായി ലീഗിന്റെ കൊടി ഉപേക്ഷിച്ചു. ലീഗിന്റെ പച്ചക്കൊടി കണ്ടാൽ രാഹുൽ ഗാന്ധി ഇനിയും മത്സരിച്ചാൽ അവിടെ തോറ്റുപോകുന്നുള്ള പേടി കൊണ്ട് അവർ ഒത്തുതീർപ്പുണ്ടാക്കി. സ്വന്തം കൊടി പണയപ്പെടുത്താൻ യാതൊരു മടിയുമില്ലാത്ത, യാതൊരു ദുഃഖവുമില്ലാത്ത, യാതൊരു ലജ്ജയുമില്ലാത്ത കോൺഗ്രസ്സുകാർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും കൊടി പിടിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇനിയും രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് ഇവർ പ്രചരണം നടത്തുമോ? കൊടി അടിയറ വെച്ചവർ, മഹാത്മാഗാന്ധി പിടിച്ച കൊടി, ജവഹർലാൽ നെഹ്റു പിടിച്ച കൊടി, ആ കൊടി അടിയറ വെച്ച രാഹുൽ ഗാന്ധി എന്ത് രാഷ്ട്രീയം? ശിവസേനയ്ക്കൊപ്പം ഉയർത്തിയ കൊടി അത് പിടിക്കുമോ വയനാട്ടിൽ? കോൺഗ്രസിന്റെ കൊടിയെ കുറിച്ച് ഇത്രയും ആവേശകരമായി സംസാരിക്കുകയും കോൺഗ്രസിന്റെ കൊടി ഇത്രമേൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞാൻ അഭിനന്ദിക്കുന്നു. ദുർബലമായ ഞാൻ താങ്കൾ പറഞ്ഞപ്പോ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ കൊടിയെയും കോൺഗ്രസിന്റെ ചരിത്രത്തെയും ഇത്രമേൽ നന്നായി അവതരിപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ പറയട്ടെ, കോൺഗ്രസിന്റെ റോഡ് ഷോ ഏത് രീതിയിൽ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസും UDF-ഉമാണ് അല്ലെ? ആ റോഡ് ഷോയിൽ ഞങ്ങൾ കൊടിയെടുത്തിട്ടില്ല, ലീഗിന്റെ കൊടിയെടുത്ത്. ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇടതുപക്ഷത്തിന്റെ റോഡ് ഷോ ആയിരുന്നു ആദ്യം നടന്നത്, അതായത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മുമ്പ്. കർണാടകയിൽ JDS BJP-യുമായി ചേർന്ന JDS-ന്റെ കൊടി അവിടെ കണ്ടില്ല. മഹാരാഷ്ട്രയിൽ NCP BJP-യോടൊപ്പം നിൽക്കുന്ന NCP-യുടെ കൊടി ഞങ്ങൾ കണ്ടില്ല. ഞാൻ പറയുന്നത് LDF-ന്റെ റോഡ് ഷോയിൽ JDS-ന്റെ കൊടിയില്ല. INL-ന്റെ ദേശീയ തലത്തിൽ NDA-ക്കൊപ്പമാണ്. അത് നല്ല അഭിപ്രായമാണോ? അല്ല, INL ആരോ കൂടിയാ? പച്ചക്കൊടി എന്താ നിങ്ങൾ എടുക്കാത്തത്? INL-ന്റെ പച്ചക്കൊടി എന്താ LDF എടുക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് 16-ാം തീയതി ഞങ്ങൾ അന്ന് ആലോചിച്ചിരുന്നത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനുമായി അന്ന് ആലോചിച്ചിരുന്നത് അങ്ങനെയാണ്. 16-ാം തീയതി വൃന്ദാക്കാരാട്ട് വരുന്നുണ്ട്. 1,00,000 ആൾക്കാർ പങ്കെടുക്കുന്ന റാലി നടക്കും. ആ റാലിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും പതാകയും ഉണ്ടാവും. രാഹുൽ ഗാന്ധി വരുമ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ കൊടി എടുക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങൾ പ്ലക്കാർഡുകൾ പറയട്ടെന്നേ. ഞങ്ങൾ ഈ പ്രകടനം നടത്തുന്നു. ഞങ്ങൾ ഈ പ്രകടനം നടത്തി 4 പേരാണ് കലക്ടറുടെ മുമ്പിൽ പോയി ഈ നോമിനേഷൻ കൊടുക്കാനുള്ളത്. ആ നോമിനേഷൻ കൊടുക്കാനിരുന്ന ഒന്ന് പ്രിയങ്ക ഗാന്ധി, ഒന്ന് KC വേണുഗോപാൽ, മൂന്നാമതിരുന്ന ആള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. ആ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിലുള്ള ആളുകളിൽ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, PK ബഷീർ ഉണ്ട്. അപ്പൊ ലീഗിനെയോ ലീഗിന്റെ കൊടിയോ എവിടെയും മാറ്റി നിർത്തില്ല. പിന്നെ ലീഗിനോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം, ലീഗിന്റെ കൊടി എടുക്കാത്തതിലോ കോൺഗ്രസിന്റെ കൊടി എടുക്കാതെ UDF-ൽ ഇല്ലാത്ത അത്രയും അഭിപ്രായം ഇവിടെയുള്ള 2 ആളുകൾക്കാ. ഒന്ന് CPM-നും ഒന്ന് BJP-ക്കുമാണ്. ആ CPM-ഉം BJP-യുമാണ്. പിണറായി വിജയൻ നിങ്ങളുടെ കൊടി നിങ്ങളുടെ നേതാവ് വരുമ്പോൾ ഉയർത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആ സാഹചര്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന വാക്കുകളും BJP-യുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറയുന്ന വാക്ക് ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടി എടുക്കാത്തതിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട്. അല്ല, ഞാൻ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് പൈസ കിട്ടിയ കഥ എനിക്കും അറിയാം. ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തത് അല്ല,
ഇലക്ട്രൽ ബോർഡ് അല്ല ഇലക്ട്രൽ ബോർഡ് ഇല്ലാതെ ബേഖ ഇൻഡസ്ട്രീസ് ഇതിൽ മറുപടി പറയും. ഇലക്ട്രൽ ബോർഡ് പിന്നെ ചർച്ച ചെയ്യാം. ഇലക്ട്രൽ ബോർഡ് പിന്നീട് ചർച്ച ചെയ്യാം. ഇലക്ട്രൽ ബോർഡ് പിന്നീട് ചർച്ച ചെയ്യാം. ഇലക്ട്രൽ ബോർഡ് അല്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങളുടെ കൊടി ഒറ്റ കാര്യം നോക്കൂ. ഒറ്റ ചോദ്യം. ഇന്ത്യയിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി, നിങ്ങളുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും കൊടിയെടുക്കാതിരുന്നിട്ടുണ്ടോ? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അതാണ് എന്തുകൊണ്ട് ചോദ്യം. അല്ല, പറയട്ടെ സഹോദര, ഇന്ത്യ ഈ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നത് വേറെ കഴിഞ്ഞു. ഇനി ഇലക്ട്രൽ ബോണ്ടിന്റെ കൊടിയുടെ കാര്യം ഇത്രേ ഉള്ളൂ. ഞങ്ങൾ എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. UDF തീരുമാനമാണ്. ഈ പാർലമെന്റിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് അബ്ബാസ് അലി ഷിഹാബ്. അത് UDF തീരുമാനമാണ്. ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്തിനാണ് അത് പറയുന്നത്? ഞങ്ങൾ എടുക്കാത്ത ഞങ്ങളുടെ പ്രവർത്തകർക്കോ UDF ഏതെങ്കിലും പ്രവർത്തകർക്കോ ഏതെങ്കിലും നേതാവിനോ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്തിനാണ് എടുക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ ചിഹ്നവും നോക്കൂ, നിങ്ങളുടെ പ്രചാരണക്കിടയിൽ വീഴാതിരിക്കാനുള്ള പ്രചരണ തന്ത്രം മാത്രമായിരുന്നു TP അത്. നിങ്ങൾ വിമർശിക്കുന്നത് പോലെ ലീഗിനെ ഒഴിവാക്കിയിട്ടില്ല, CPM പറയുന്നത് പോലെ ലീഗിനെ ഒഴിവാക്കിയിട്ടില്ല. TP ജയചന്ദ്രൻ, നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ലീഗിന്റെ കൊടി ഉയർത്തിയാൽ പാകിസ്ഥാന്റെ പതാക എന്ന് പറയാൻ വേണ്ടിയല്ലേ നിങ്ങളിങ്ങനെ കണ്ണു നട്ടിരിക്കുന്നത് TP? അല്ല അരുണേ, സത്യത്തില് ഇതൊക്കെ വയനാട്ടുകാർ കാണുന്നുണ്ട് എന്ന് ഈ രണ്ടു കൂട്ടരും മനസ്സിലാക്കണം. ഇവർ രണ്ടു കൂട്ടരും ഒരു മുന്നണിയുടെ ഭാഗമാണ്. ഒരർത്ഥത്തിൽ എന്തിനായി അടി? അപ്പുറത്തുള്ളവൻ യാചിക്കുന്നു, രാഹുൽ ഗാന്ധി എന്തിനായി ഞങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു തന്നുകൂടായിരുന്നു. ഇപ്പുറത്തുള്ളവൻ പറയുന്നു അപ്പുറത്തുള്ളവനെ കുറിച്ച്. അരുണേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കൊടി, ആദർശം എന്നൊക്കെ പറയുന്നത് ഒരു പ്രതീകമാണ്. നോക്കൂ, ഈ രണ്ട് പാർട്ടിക്കാരുടെയും പൊതു സ്വഭാവം എന്താണ്? ഒരു ഭാഗത്ത് കൊടി പിടിക്കാനുള്ള ഭയക്കുന്ന ഒരു മുന്നണിക്കാരൻ, മറുഭാഗത്തുള്ളവൻ നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, ഇത് രണ്ടും ദേശീയ പാർട്ടികളെന്നാണല്ലേ വെപ്പ്. അതിന് മാത്രം യോഗ്യതയുണ്ടോ, വോട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കാണാം. എൻ്റെ അപ്പുറത്ത് ശശീന്ദ്രൻ്റെ പാർട്ടിക്കാരൻ മാഹി ചെന്നാൽ കോൺഗ്രസിന് വോട്ട് ചോദിക്കണം, തൊട്ടിപ്പുറത്ത് വടകര വന്നാൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കരുതെന്ന് പറയണം. ഇതുവഴി പാലക്കാട് പോയി കോയമ്പത്തൂർ എത്തുമ്പോൾ രണ്ടു കൂട്ടുമ്പോൾ നമുക്കൊന്ന് വോട്ട് ചെയ്യണം. രണ്ട് ദേശീയ പാർട്ടികളുടെ ഗതികേടാണ്. ഈ ഗതികേടിലാണ് ഇവരെത്തിയിരിക്കുന്നത്. ഈ ഗതികേടാണ് കേരളത്തിൽ ഇവർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ എന്തുമാത്രം സമയം? കേരളത്തിൽ BJP വരാത്തത് കൊണ്ടല്ലേ? എന്താ BJP വളരാത്തത് കൊണ്ടാണ് ഇവർ കേരളത്തിൽ മത്സരിക്കുന്നത്. അല്ല, നിങ്ങൾക്കിടവില്ല. അല്ല, ഇടമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് വോട്ടെടുന്നതിന് മുമ്പ് മാറ്റാനുള്ള അളവുകൾ എന്താണെന്ന് എനിക്കറിയില്ല. തന്നെയായിരുന്നു അരുണേ രാഹുൽ ഗാന്ധി. ഒരു മിനിറ്റ്, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. രാഹുൽ ഗാന്ധി ത്രിപുരയിൽ ഞങ്ങൾ ജയിക്കും. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ ഞാൻ അരുണെ വേദനിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ത്രിപുരയിലെ വോട്ടെണ്ണുമ്പോൾ അരുൺ ഉൾപ്പെടെയുള്ള ത്രിപുരയിലോ വെസ്റ്റ് ബംഗാളിലോ CPM-ന്റെയോ ഏതെങ്കിലും സീറ്റ് പോകുന്നുണ്ട്, എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ തുറന്നു തന്നെ പറയാം. ഇത് പ്രേക്ഷകരോട് അരുൺ അത് നെഞ്ചത്ത് കൈവച്ച് പറയുമെങ്കിൽ ഞാൻ അംഗീകരിച്ചു. ഞാൻ താങ്കൾ ഒരുപക്ഷെ പ്രേക്ഷകരുടെ മുമ്പെങ്കിലും തുറന്നു പറഞ്ഞ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. ഏതായാലും നമുക്കുള്ള പ്രതീക്ഷ നടന്നില്ലല്ലോ. രാഹുൽ ഗാന്ധിയോ അമേഠി തോൽക്കുമെന്ന് അരുണെ ആരെങ്കിലും പ്രവചിച്ചിരുന്നു? അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലാണ്. വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന തീഷ്ണമായ വിഷയങ്ങൾക്ക് ഇത്രയും മാറി മാറി ഭരിച്ചവർ അവർ സ്വീകരിക്കുന്ന എന്താ ഞാൻ മുമ്പോട് പറഞ്ഞത്, കുപ്പിയും കല്ലുമായി സ്വീകരിക്കുന്നവർ അവരൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ അവർ കഴിയില്ല. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സീതാറാം യെച്ചൂരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തതിൽ നിങ്ങൾ വാങ്ങിയ 25 കോടി രൂപ കൃത്യമായി രക്ഷപ്പെടുന്നതിന് വേണ്ടി അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇലക്ട്രൽ ബോണ്ടിലേക്കും വയനാട് ചർച്ച ചെയ്യുന്ന മറ്റു വിഷയങ്ങളിലേക്കും വരും. വോട്ടർമാരും രാഷ്ട്രീയ പ്രതിനിധികളും നമുക്കൊപ്പമുണ്ട്. അവരും പ്രതികരിക്കും. ഇടവേളയ്ക്ക് ശേഷം കുരുക്ഷേത്രം തത്സമയം വയനാട് നിന്നും പ്രേക്ഷകർക്കൊപ്പം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം വയനാട്ടിൽ നിന്നും മാനന്തവാടിയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. തത്സമയം വയനാട്ടിലെ വോട്ടർമാർക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളോടൊപ്പം വയനാട്ടിലെ ആശുപത്രി, കർണാടകയും കേരളവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന വയനാട്ടിലൂടെയുള്ള രാത്രി സഞ്ചാരം, ഗതാഗത തടസ്സം, ഒപ്പം വയനാട്ടിലെ വന്യജീവി സംഘർഷം, വയനാട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവിടെ ആശുപത്രി, ഇതടക്കം ഒട്ടേറെ കാര്യങ്ങൾ വയനാട്ടിലെ വോട്ടർമാർക്കും പറയാനുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക എന്ന് നോക്കാം. എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുന്നത്? വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ താങ്കൾ ഉന്നയിച്ചത്. അതെ,
കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ച് ജയിച്ചു. പക്ഷേ അന്നുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഹാരവും കണ്ടെത്താൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി നിൽക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഈ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി ഈ വയനാടിന് വേണ്ടി പ്രത്യേകമായിട്ട് എന്താണ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്? കാരണം ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് പോലും സുരേഷ് ഗോപി ഇടപെട്ടിട്ടാണ് വയനാട് ജില്ലയ്ക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വയനാട് ജില്ലയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പ്രത്യേകമായി കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? സാധാരണയുള്ള റോഡും കാര്യങ്ങളും ഒക്കെ അതിന്റെ കാര്യങ്ങളല്ല. പിന്നീട് വരാം, നിങ്ങളുടെ റൗണ്ടിലേക്ക് വരാം. വളരെ പെട്ടെന്ന് നെല്ലൂർ നാട് ക്യാൻസർ ആശുപത്രി ഉണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഏക ക്യാൻസർ ആശുപത്രിയാണ്. അവിടെ ചെറിയൊരു ഉദാഹരണം ആരോട് പറഞ്ഞാൽ അവിടെ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട്, വൈദ്യുതി സഫീഷ്യന്റ് അല്ലാത്തതുകൊണ്ട് പല ട്രീറ്റ്മെന്റും നമുക്ക് ലഭിക്കില്ലായിരുന്നു. ഇവിടുത്തെ MLA പേര് OR കേളു MLA എന്നാണ്. അത് ഭരിക്കുന്നത് LDFന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി. ഇന്ന് നിങ്ങൾക്ക് ആശുപത്രി പോയാൽ കാണാം 50 ലക്ഷം രൂപ രാഹുൽ ഗാന്ധി മുടക്കിയിട്ടാണ് അവിടുത്തെ വൈദ്യുതിയുടെ എല്ലാ പ്രതിസന്ധിയും പരിഹരിച്ചത്. അരുൺ ഒരു കാര്യം തെറ്റിദ്ധരിപ്പിച്ചു. ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി കൊണ്ടുവന്നല്ല. ആസ്പിരേഷൻ ഡിസ്ട്രിക്ട് 543 പാർലമെന്റിന്റെയും എണ്ണം എടുത്തതിന് ശേഷം 135 ജില്ലകളെ പിന്നോക്കമായി നിൽക്കുന്ന ജില്ലകളെന്ന് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് കണ്ടെത്തിയതിലൊരു ജില്ലയാണ്. അതിൽ സുരേഷ് ഗോപിക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. പിന്നെ അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കേന്ദ്രം തന്നിട്ടില്ല. ഓക്കെ, ഇനി മറുപടി. അപ്പൊ ചോദ്യത്തിന് ഉത്തരം എന്താണ് വയനാട് ചർച്ച ചെയ്യുന്നത്? എന്താണ് വയനാട് കഴിഞ്ഞ 5 വർഷക്കാലം ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ MP ആയതിനു ശേഷം വയനാട് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെ അരുൺ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഏതെങ്കിലും രീതിയിൽ ശബ്ദിച്ചിട്ടുണ്ടോ എന്നൊരു മറുപടി നമുക്ക് കിട്ടണം. അതെ, ഇന്ത്യൻ പാർലമെന്റിൽ വയനാടിന് വേണ്ടി എന്ത് സംസാരിച്ചു? എന്താണ്? ഞാൻ വരാം. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം എടുത്തിട്ട് വരാം. എനിക്ക് ചോദിക്കാനുള്ളത് ഈ UDFന്റെ പ്രതിനിധിയോടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. ഇതിൽ CA റദ്ദാക്കും എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് ഇതുവരെയും കാണിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അത് കാണിക്കാത്തത്? ലീഗ് കൊടിയോ മറച്ചു വെച്ചു. അതന്നെ, ലീഗ് കൊടി മറച്ചു വെച്ചു. പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് മുഴുവൻ ഇപ്പൊ മുസ്ലിങ്ങൾ ഒരു അരാജകത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എന്തുകൊണ്ട് CA ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ റദ്ദാക്കും എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിച്ചില്ല? രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. എന്താണ് ചർച്ചാ വിഷയമാവുക? ലീഗിന്റെ കൊടി മാറ്റിവെച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലീഗുകാരെ വോട്ട് കിട്ടൂല, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കേന്ദ്രത്തിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് ലീഗുകാരോട് പറഞ്ഞ് നിങ്ങൾ കൊടി കൊടുക്കുക. അപ്പോൾ ലീഗുകാർ പറഞ്ഞ് ഞങ്ങളെ വോട്ട് വേണമെങ്കിൽ കോൺഗ്രസിൻ്റെയും കൊടി വേണ്ട. അതെന്താണെന്ന് ഒന്നും കൂടി വിശദീകരിക്കണം. സങ്കടമുണ്ടോ? ഒരിക്കലും ഇല്ല. അത് UDFന്റെ തീരുമാനം മാത്രമാണ്. നേരത്തെ സുഹൃത്ത് ചോദിച്ചു, സങ്കടം ഉണ്ട് കേട്ടോ? ഒരിക്കലും ഇല്ല. കാരണം UDF ഐക്യകണ്ഠമായി തീരുമാനിച്ചതാണ് പാർട്ടിയുടെ കൊടി പകരം അത് രാഹുലിന്റെ പ്രകാർഡും അദ്ദേഹത്തിന്റെ ചിഹ്നവും അതിലുള്ള ആ സംവിധാനം മാത്രം മതി എന്ന് പാർട്ടിയുടെ തീരുമാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇവരെ കൊടി ഉയർത്താതെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉണ്ടായിട്ടില്ല? സുഹൃത്തെ, നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊടി എന്നുള്ള സംവിധാനത്തിൽ UDF കമ്മിറ്റി തീരുമാനിക്കുന്നതാണ്. ഒരു സംഘടന അല്ല, ഒരു പോഷക സംഘടനയോ അല്ലെങ്കിൽ ഘടകകക്ഷികളോ കൊടി വേണ്ട. പകരം അതുമായി ബന്ധപ്പെട്ട ആളുകൾ, സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ തങ്ങൾ ഏറ്റവും മുമ്പിലാണ് കുഞ്ഞാലിക്കുട്ടി സാറ്, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിന്റെ കൂടെ ഉണ്ടായത്. അപ്പോൾ ലീഗുകാർക്ക് ഇല്ലാത്ത വിഷമം മറ്റുള്ളവർക്ക് വേണ്ടെന്ന് തന്നെയാണ് വേണ്ട എന്നാണ് അഭിപ്രായം. എന്താണ് വോട്ട് ചർച്ച ചെയ്യുക? വോട്ടിന് അത് എനിക്ക് MP ആയിട്ട് വന്ന രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ വോട്ട് ചെയ്യാതിരുന്ന ബാക്കിയുള്ള ബഹുമാനപ്പെട്ട ജനങ്ങളും പ്രതീക്ഷിച്ചത് നല്ലൊരു എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഒരു ഉപകാരം ഇല്ല. ഇതിൽ എത്രയോ നല്ലതാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മറ്റു ഷാനവാസൊക്കെ ഞാൻ തോന്നുവാണ്. അവരോ മോശമാണ്. അതിലും 100% താഴേക്ക് പോയ ഒരു MP, ഇത്രയും നാണം കെട്ട MPനെ ഈ വയനാട് ജില്ല കണ്ടിട്ടില്ല. ആണോ? എന്താണ് ഇവിടുത്തെ വോട്ടർമാരുടെ അഭിപ്രായം? വയനാട്ടിലെ MPയെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ സാധ്യത? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. വയനാട്ടിലെ MP ഇവിടെ കഴിഞ്ഞ വർഷം 4,32,000 വോട്ടിന് ജയിച്ചു. ഇത്തവണ 5 ലക്ഷത്തിന് മുകളിലേക്ക് പോകും. 5 ലക്ഷത്തിന് മുകളിലേക്ക് വയനാട്ടിലെ വോട്ടർമാർ പോകും എന്നുള്ളതാണ് വയനാട്ടിലെ വോട്ടർമാർ പറയുന്നത്. രാഹുൽ ഗാന്ധി അത്ര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണോ? രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ അല്ല, ഇന്ത്യയിലെ മതേതര ചേരിയും നിഷ്പക്ഷമതികളും ജനാധിപത്യ ചേരിയും ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുമനസ്സുകളും കാര്യഗൗരവമായി ഏറ്റെടുത്ത വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ അങ്ങുൾപ്പെടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ അരുൺകുമാർ ഇപ്പോൾ ചോദിച്ചു, ഞങ്ങളുടെ ഒരു പ്രവർത്തകനോട് തന്നെ ഇത്തിരി സങ്കടമുണ്ട് കേട്ടോ. അത്രയേറെ ലഘൂകരിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ ലോകം ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ പോലെ
ഭാവി ഇന്ത്യയുടെ ജനാധിപത്യ ചേരിയുടെ സംരക്ഷകനായി അനുദിനം വിഭാഗീയതയുടെ വിധ്വംസക വിത്തുകൾ പാകുന്ന സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുന്ന ഇന്ത്യയുടെ അനിഷേധ്യനായ നേതാവായി CPIM പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അംഗീകരിക്കുന്ന ഒരു നേതാവിനെ സാങ്കേതികമായി ഒരു പരാമർശത്തിന് വേണ്ടി ഒരു ഇൻട്രോ മോഡൽ അവഹേളിക്കുന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യ ചേരിക്ക് ചിലത് പറയാനുണ്ട്. ഇന്ത്യയെ തിരികെ പിടിക്കണം. ഈ കൊടി മടി വെച്ചിട്ടാണോ ഈ പോരാട്ടം? ഒരിക്കലും കൊടി മടിയിൽ വെച്ചിട്ടില്ല. യുഡിഎഫിന് തീരുമാനമുണ്ട്. എന്തുകൊണ്ടാണ് അരുൺ ഇതുവരെ ഈ CK ശശി ഇടതുപക്ഷത്തിന്റെ നേതാവ് INLന്റെ നിലപാട് നിങ്ങൾ ചോദിച്ചില്ല. കൊടിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു. INLന്റെ കൊടി കർണാടകത്തിലെ NDAന്റെ ഒപ്പം നിൽക്കുന്നവന്റെ കൊടിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല. കർണാടകം കുട്ടം കഴിഞ്ഞാൽ NDAക്ക് ഒപ്പം നിൽക്കുന്ന JDUവിന്റെ കൊടിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഇന്ത്യ മതേതരത്വവും ജനാധിപത്യവും സർവ്വസാഹോദര്യവും, ആ സാഹോദര്യം വിഭാഗീയതയുടെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വേഷത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ ധ്വംസിക്കുന്ന RSS സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം കോൺഗ്രസിന്റെ നേതാവ് ഭാവി ഇന്ത്യയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം, ഒരു ആശങ്ക പങ്കുവെക്കാനുള്ളത്, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടാളുകൾ വയനാട്ടുകാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റേ വ്യക്തിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. അദ്ദേഹം സംഘടനാ ചുമതലയുടെ ഭാഗമായിരിക്കാം. പക്ഷെ വയനാടിന്റെ വികാര വായ്പകളെ കുറിച്ച്, കർഷകന്റെ രോദനത്തെ കുറിച്ച്, വീട്ടമ്മമാരുടെ ആകുലതയെ കുറിച്ച് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുക എന്ന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചോദിക്കാൻ കോഴിക്കോട് അസംബ്ലി, ഈ വയനാട് പാർലമെന്റിലെ കോഴിക്കോട് അസംബ്ലിയിൽപ്പെട്ട തിരുവമ്പാടി പോലും ഉൾപ്പെടാത്ത ഒരു പ്രതിനിധിയെ അയച്ചത് NDAയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എതിർക്കുന്നത് CPIM നേതൃത്വം കൊടുക്കുന്ന LDFനെ അല്ല. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ തിരികെ പിടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ മതേതര ചേരിയുടെ ഒരു ഉണർത്തുപാട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് പൗരത്വ നിയമ ഭേദഗതി എങ്ങനെ പുറത്തുപോയി? പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കേസുകളിൽ 54 MPമാർ പ്രതിയായിട്ടുണ്ടെങ്കിൽ നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയാണ്. പ്രകടന പത്രികയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ നിങ്ങൾ ലഘൂകരിക്കരുത്. ചോദ്യമാണ്, പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ഇല്ല? എന്റെ മറുപടി എന്ന് പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന വിഷയത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർത്തിപ്പിടിച്ച നേതാവ് അതെന്തുകൊണ്ട് പൗരത്വ ഭേദഗതി ഇവിടുത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പാർട്ടി കേരളത്തിനപ്പുറത്തേക്കില്ലാത്ത പാർട്ടിയല്ല. കാശ്മീർ മുതൽ കന്യാകുമാരി പ്രകടന പത്രികയിൽ എന്തുകൊണ്ടില്ല? എന്നിട്ടും പ്രകടന പത്രികയിൽ എന്തുകൊണ്ടില്ല? അത് ഞങ്ങൾ ജനാധിപത്യം, ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ ഘടകമായിരിക്കുന്ന CPIയോ CPMോ അതിനെ കുറിച്ച് ശബ്ദിച്ചോ? ഇല്ലല്ലോ. സംസാരിച്ചു. അവരുടെ പ്രകടന പത്രികയിലുണ്ട്. അവരുടെ പ്രകടന പത്രികയിലുണ്ട്. പ്രകടന പത്രികയിലില്ല. പൗരത്വ നിയമ ഭേദഗതിയോ? അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയാം. ഇന്ത്യ മുന്നണിയെ കുറിച്ച് വിഷയം മാറ്റല്ല. എന്റെ നേരിട്ടുള്ള ചോദ്യമാണ്, താങ്കൾ പറഞ്ഞ മതേതരത്വം സംരക്ഷിക്കാൻ പൗരത്വ നിയമ ഭേദഗതി പ്രകടന പത്രികയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? ഇന്ത്യയില് എന്നും മതേതരത്വം നിലനിർത്തിയതും ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി നിന്നതും കോൺഗ്രസ്. എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനമായിട്ടും ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MP-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രശ്നങ്ങളിലുള്ള മറുപടിയാണ്. ഒന്ന്, 15 വർഷത്തിലേറെ കാലമായി ഈ മാനന്തവാടിയുമായി ബന്ധപ്പെട്ട് ബാവലി മൈസൂരു റോഡിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന രാത്രി യാത്രാ നിരോധനം തൊട്ടപ്പുറത്ത് മുത്തങ്ങയിലുമുണ്ട്. ആ രാത്രി യാത്രാ നിരോധനം നീക്കുന്നതിന് വേണ്ടി MP എന്നുള്ള നിലയ്ക്ക് എന്ത് ഇടപെടൽ നടത്തി? മറ്റൊന്ന്, ഈ മണ്ഡലം ഏറ്റവും വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കമാണ് എന്ന് പറയുമ്പോഴും ഈ മണ്ഡലത്തേക്ക് അനുവദിച്ച് കിട്ടിയ റൂസ കോളേജ്, ആ റൂസ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി, അതിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി MP-യുടെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റൊന്ന്, ഇവിടെ 1977 മുമ്പ് വനഭൂമി കയ്യേറി അതിൽ അധിവസിച്ചു വരുന്ന മാനന്തവാടി അമ്പൂത്തിയിലെയും കരിമ്പിൽ പ്രദേശത്തെയും നിരവധിയായിട്ടുള്ള കർഷകർ, അവർക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള ഇടപെടൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് MP എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഉയർത്തി? അടുത്ത ചോദ്യം, ഇവിടെ ഭാരത്മാല പദ്ധതി പ്രകാരം വയനാട് വഴി അതിവേഗ പാത വരുന്നു എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അലൈൻമെന്റ് എതിലെ വേണം, ഏത് തരത്തിൽ വേണം എന്നതിനെ സംബന്ധിച്ച് MP-ക്ക് എന്തെങ്കിലും തരത്തിലേക്കുള്ള അഭിപ്രായമുണ്ടോ? മറ്റൊന്ന്, നേരത്തെ വളരെ പെട്ടെന്ന്
അല്ല എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ MP അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ചോദിച്ചില്ലേ, ഈ ആൾക്കാരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കര സങ്കടം. അതാണ് ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് കേരള സർക്കാർ വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം അല്ലേ? ഓക്കെ, എന്താണ് വയനാട്ടിൽ ചർച്ചാ വിഷയമാവുന്നത്? വയനാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 3.9% പദ്ധതി വിഹിതം 1.8 കുറച്ചു, പകുതിയായി കുറച്ചു. കുറച്ച സമയത്ത് ഇത് ലഭ്യമാക്കുന്നതിന് ഇവിടുത്തെ BJP-ക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ MP-യോ ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഇടതുപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. മറ്റൊന്നുകൂടിയുണ്ട്, ഇവിടുത്തെ രാത്രിയാത്രാ നിരോധനത്തിന്റെ സമയത്ത് ഇവിടെ അന്ന് നിരോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചത് കർണാടകത്തിൽ. ഇപ്പോഴും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കർണാടക ഗവൺമെന്റിന് അത് തിരുത്താൻ കഴിയുമായിരുന്നു. ഇപ്പോഴും തിരുത്തിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരുത്താൻ തയ്യാറാവുന്നില്ല. അതുപോലെ വന്യമൃഗശല്യം കേരള ഗവൺമെന്റ് 620 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ട്. അതൊന്ന് അനുവദിക്കണം. കിട്ടിയില്ല, പദ്ധതി ഒന്നും കിട്ടിയിട്ടില്ല. അത് നടപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി അവിടെ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. അതിന് കോൺഗ്രസ് സർക്കാർ ആവശ്യപ്പെട്ടത് നിയമസഭയിലാണ്, ആവശ്യപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടും കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ചെയ്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനെ സംബന്ധിച്ച് അവിടെ ലോകസഭയിൽ ഒരു ചോദ്യം ചോദിക്കാനോ വന്യജീവി ആക്രമണത്തെ കുറിച്ച് ലോക്സഭയിൽ ചോദ്യം ചോദിച്ചില്ല, കത്ത് പോലും കൊടുത്തില്ല. ഇവിടെ മുഖ്യമന്ത്രി വിളിക്കുന്ന അതിനിടയിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട വർക്കി മാഷ് ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിനോട് കൂടി ഒരു ചോദ്യം വയനാട്ടുകാർക്ക് വേണ്ടി ചോദിക്കുക, കർഷകർക്ക് വേണ്ടി ചോദിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച 7000 കോടി രൂപ എവിടെയാ? 7000 കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ രൂപ? 1500 കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. 1500 കോടി രൂപയുടെ പദ്ധതി. കാർഷിക പാക്കേജ് വയനാട്ടിലെ കർഷകന് അനുവദിക്കുമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് തുടർച്ചയായി ചർച്ച ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി സംഘപരിവാരത്തിനെതിരായി പോരാടുന്ന രാജകുമാരൻ എന്നാണ് അങ്ങനെ സൂചിപ്പിച്ചത്. ഇവിടെ ഞാൻ പൂണിലുട്ട ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇവിടെ 49 86 89 92 ബാബരി പള്ളി പൊളിക്കാൻ ഒത്താശ ചെയ്ത്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക ഗാന്ധി അഹമ്മദാബാദിലെ ക്ഷേത്രത്തിനകത്ത് പാലഭിഷേകം നടത്തിക്കൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഇങ്ങനെ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിന് വിലക്കില്ലല്ലോ സഹോദര. വിശ്വാസികൾ ഉണ്ടല്ലോ കോൺഗ്രസിൽ. ഈ ഇരിക്കുന്ന ഭൂരിപക്ഷ ആൾക്കാർ വിശ്വാസികളല്ലേ? എല്ലാ കാലത്തും കോൺഗ്രസ് BJP-യുടെ എല്ലാ കാലത്തും ബീറ്റുമായിട്ട് പ്രവർത്തിച്ചത് സൂചിപ്പിച്ചു. ഈ വയനാടിന്റെ വിഷയങ്ങൾ മുഴുവൻ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല രാജ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരം കർഷക സമരം. ആ കർഷക സമരം വന്നപ്പോ ഇവിടെ രാഹുൽ ഗാന്ധി മുട്ടിലേക്ക് ട്രാക്ടർ ഓടിക്കുന്ന സമീപനം സ്വീകരിച്ചത്. എവിടെയാണ് ഈ രാജ്യത്തെ ബാധിക്കുന്നത്? രാഹുൽ ഗാന്ധി പോയി കർഷകരെ കണ്ടു. മുട്ടിൽ ട്രാക്ടർ ഓടിക്കുക മാത്രമേ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, ഈ വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത്? ഇവിടെ സൂചിപ്പിച്ചല്ലോ, MLA 8 കോടി 10 ലക്ഷം രൂപയാണ് ORCOളെ മെഡിക്കൽ കോളേജിന് വേണ്ടി കൊടുത്തു. മറുപടി കേട്ടിട്ട് വരാം. ഓരോരുത്തർക്കും മറുപടി. ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. CK ശശീന്ദ്രൻ, താങ്കളിലേക്ക് വരാം. ഇവിടെ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും വരാം. CK ശശീന്ദ്രൻ, വയനാട് പാക്കേജിൽ നിന്ന് തുടങ്ങിയാൽ 1 മിനിറ്റ് കൊണ്ട് താങ്കൾ മറുപടി പറയൂ. വയനാട്ടിലെ ലോക്സഭാ MP ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് UDF-ന്റെ പക്ഷം. എന്നാൽ സംസ്ഥാന സർക്കാർ വയനാട്ടിലെ കർഷകർക്ക് വന്യജീവി സംരക്ഷണത്തിൽ നിന്ന് അവർക്ക് എന്താണ് കൊടുത്തത്? വയനാട് പാക്കേജ് എവിടെ സാർ എന്നതാണ് ചോദ്യം. ഞങ്ങൾ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ ചിലപ്പോൾ പറയാം. എന്നാൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ മാനന്തവാടി രൂപത അധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ചോദിച്ചുകൊണ്ടൊന്നും കാര്യമായില്ല, ചോദ്യം ചോദിക്കുന്നവരുടെ പിന്നാലെ പോകണം. അങ്ങനെ പിന്നാലെ പോകാൻ കഴിയാത്തവർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല, ഈ നാടിനറിയാവുന്ന നാട്ടുകാർക്കും വോട്ട് ചെയ്താൽ മതിയെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പുറത്തേക്ക് പറയുന്നില്ല, ഞങ്ങൾ പറഞ്ഞൊക്കെ രാഷ്ട്രീയമാവും, അതുകൊണ്ട് അതിലേക്ക് പറയുന്നില്ല. അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിച്ചത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി അതിൻ്റെ ഒന്നും പുറകെ പോക്കില്ല. രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയപ്പെട്ട പാർലമെന്റേറിയനാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ നെഹ്റു കുടുംബത്തിലെ പരാജയപ്പെട്ട പാർലമെന്റേറിയനാണ്. പരാജയപ്പെട്ട പാർലമെന്റേറിയനെ കൈപിടിച്ച് ഡിണ്ടിഗിലി മത്സരിക്കുന്നത് എന്തിനാണ് സാർ? ഞാൻ ഇവിടുത്തെ കാര്യം പറയട്ടെ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മറുപടി കേൾക്കാം. ഷംസാദ് നല്ലപോലെ മറുപടി പറയും, നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അല്ല, അവരത് പേടിക്കണ്ട പറയാ. പിന്നെ
7,000 കോടി രൂപയുടെ കാര്യം പറഞ്ഞു. 7,000 കോടി രൂപ വയനാടിനുള്ള ഒരു പാക്കേജാണ്. 2,500 കോടി രൂപയാണ് ആനക്കാമ്പയിൽ മേപ്പാടി തുരങ്കപാതയ്ക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അത് അതിൽപ്പെട്ടതാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന 320 കോടി രൂപ കിഫ്ബി ഫണ്ട് അതിന് അനുവദിപ്പെട്ടതാണ്. 2 വർഷം കൊണ്ടാണ് ഇത്രയധികം കാശ് കാർഷിക മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട്, മറ്റ് സ്കൂളുകളിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അതൊക്കെ. അല്ലാതെ 7,000 കോടി എന്ന് പറഞ്ഞാൽ വേറെ എവിടേക്കും കൊടുക്കാനുള്ളത് അതിൽപ്പെട്ടതാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഒരു ആക്ഷേപം പറയുന്നുണ്ടല്ലോ. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 മാനന്തവാടി മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. 2021 ഞാൻ തിരിച്ചു വരാം. എനിക്കൊരു ഇടവേള വേണം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരിലേക്ക് ഞാൻ തിരിച്ചു വരാം. എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അതിഥികൾ തുടരും, ഒപ്പം വോട്ടർമാരും. ഇടവേള, ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം മാനന്തവാടിയിൽ നിന്നും വയനാട്ടിൽ നിന്നുമാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തുടരാം. ഒറ്റ വാചകത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു തുടരണം. വനവന്യജീവി വകുപ്പ് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നില്ലേ? അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറില്ലേ? മാനന്തവാടി മെഡിക്കൽ കോളേജ് 2021 ആരംഭിക്കുന്നത്. 2012 UDF സർക്കാർ പ്രഖ്യാപിച്ചതാണ്. 21 ആരംഭിച്ച് 3 വർഷം കൊണ്ട് അവിടെ അന്ന് പ്രഖ്യാപിക്കുമ്പോൾ 19 ഡോക്ടർമാരുണ്ടായിരുന്നത്. ഇന്ന് 100 ഡോക്ടർമാരുണ്ട്. കാത്തിലാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 2 ആദിവാസികൾക്ക് അവിടെ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പ്രസവ ചികിത്സയ്ക്കുള്ള ലക്ഷ്യ അവാർഡ്, ദേശീയ അവാർഡ് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ആ മെഡിക്കൽ കോളേജിന്. മുസ്കാൻ കുട്ടികളുടെ ഏറ്റവും നല്ല ആശുപത്രി എന്ന നിലക്ക് മുസ്കാൻ അവാർഡിന് വേണ്ടിയിട്ടുള്ള പരിഗണനയിലുള്ള പ്രാഥമിക പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയില്ല. അതിനെ വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കേണ്ട. അതിന്റെ ഘട്ടം അതിന് പൈസയും മാറ്റി വെച്ചിട്ടുണ്ട് കിഫ്ബിയിൽ. പക്ഷേ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ദുരന്തമായിട്ട് ഈ കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, വേണ്ട സമയത്ത് വനംവകുപ്പ് മന്ത്രി ഇടപെട്ടിരുന്നു. വനംവകുപ്പ് മന്ത്രി കേരളത്തിലെ ഗവൺമെന്റ് നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട്. ഒരിടപെടാത്ത വിഷയവുമില്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങുന്ന പ്രശ്നമാണ്. അടിസ്ഥാന പ്രശ്നം UDF-ഉം LDF-ഉം ഒരുമിച്ച് സംസ്ഥാന നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള കേന്ദ്ര വന നിയമമാണ്. ആ വന നിയമം മാറ്റണമെന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വരെ ആവശ്യപ്പെട്ടു. അതാണ് മറുപടി. അവിടെ നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് തുടങ്ങണം. ഞാൻ ഇടപെടില്ല. 1.5 മിനിറ്റ് സമയം. നേരത്തെ ഇവിടെ കല്ലൂർനാട് ആശുപത്രിക്ക് എന്തോ 50 ലക്ഷം രൂപ അനുവദിച്ചു പറഞ്ഞു. നല്ല കാര്യം, സ്വാഗതം ചെയ്യുന്നു. ഈ കലക്ടർക്കും അറ്റൻഡർക്കും കൂടി ശമ്പളം ഉണ്ടെന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച കാലത്ത് ഒരു 50 ലക്ഷം കൊടുത്തതിന്റെ കണക്ക് പറയേണ്ട കാര്യമില്ല. പറയാണ് 50 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കണം. അതാണ് തീർച്ചയായിട്ടും അംഗീകരിച്ചു. ആശുപത്രി തുടങ്ങിയെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിന് 8 കോടി രൂപ വിളിച്ചു പറയുന്നത് 8 കോടി രൂപയാണ്. 8 കോടി മാനന്തവാടിക്ക് കൊടുക്കുമ്പോൾ 50 ലക്ഷം ചെറുതാണ്. ഇത് പറയാൻ അനുവദിക്കാതെ വയനാട് പേക്കേജുമായി ബന്ധപ്പെട്ട് 1-2 കാര്യം പറയാം. വയനാട് പേക്കേജിൽ കേരളത്തിന്റെ നിയമസഭയിൽ നടന്നൊരു ചോദ്യവും അതിന്റെ ഉത്തരവും. വയനാട് പേക്കേജിൽ നിലവിൽ എത്ര കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്? 2022-23 75 കോടി, 23-24 75 കോടി. നിലവിൽ ഏതെങ്കിലും പദ്ധതി വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തുന്നത് DPR തയ്യാറാക്കി വരുന്നു. 2022-23 സാമ്പത്തിക വർഷം അനുവദിച്ച തുക ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ടോ? ഇല്ല. DPR പരിശോധിച്ചു വരുന്നു. ചോദ്യം ചോദിച്ചത് OR കേളു ഉത്തരം നൽകിയ നിങ്ങളുടെ സർക്കാർ ഒരു ചുക്കും വയനാട് പാക്കേജിൽ ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 2019 ഞാൻ പറയട്ടെ, 2019 വയനാട് പാക്കേജ്, 2019 വയനാട് പാക്കേജ്, 2020 ഈ കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാതയ്ക്ക് ശശിയേട്ടൻ അടക്കം പോയി തറക്കല്ലിടുന്നു. 2023 പോലും 75 കോടി രൂപയാണ് വയനാട് പാക്കേജിൽ മാറ്റിവെച്ചത് എന്ന് പറഞ്ഞത് ഈ സർക്കാരാണ്. അപ്പൊ 2500 കോടി കാണണം. 1, 2 മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഇത് പ്രഖ്യാപിച്ചു. ഇവിടെ ലക്ഷ്യ അവാർഡ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ലക്ഷ്യ അവാർഡ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ പീഡിയാട്രിക്കിനും ഗൈനക്കിനും കിട്ടിയ അവാർഡാണ്, അല്ലാതെ മെഡിക്കൽ കോളേജിന് കിട്ടിയ അവാർഡല്ല. രണ്ടു പേർക്ക് ഇതുവരെ എക്കോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. 7 വർഷത്തിനിടയിൽ 2 പേർക്കാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ചോദ്യത്തിലേക്ക് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇടപെട്ടതിന്റെ ഇനി നേരത്തെ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി അമ്പലത്തിൽ പോയി, മറ്റുള്ളവർ അമ്പലത്തിൽ പോയി എന്ന്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നിലപാടുണ്ട്, CPM-ന് നിലപാടുണ്ട്. CPM-ന്റെ അക്ഷതം സ്വീകരിച്ച ആളാണ് ഗണേഷ് കുമാർ. ഞങ്ങൾക്ക് പരാതിയില്ല, നിങ്ങൾക്ക് പരാതിയുണ്ടോ? ശൈലജ ടീച്ചറുടെ
ഭർത്താവ് അക്ഷതം സ്വീകരിച്ചാണ് രാമക്ഷേത്രവുമായി. ഞങ്ങൾക്ക് പരാതിയില്ല, നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഹിന്ദു ആണെങ്കിൽ അമ്പലത്തിൽ പോകും, മുസ്ലിം ആണെങ്കിൽ പള്ളിയിൽ പോകും, ക്രിസ്ത്യാനികൾ ചർച്ചിൽ പോകും. അതാണ് കോൺഗ്രസ്. അത് ഇനിയും പോയിക്കൊണ്ടിരിക്കും ചെയ്യും. അത് ഇനി ഇവിടെ റൈഷാദ് പറയണ്ട. റൂസ കോളേജുമായി ബന്ധപ്പെട്ട് റൂസ കോളേജിന്റെ സ്ഥലം എടുത്തത് ബോയ്സ് ടൗണിൽ എടുത്തത്. ഇപ്പൊ ശശിയേട്ടൻ നേരത്തെ പറഞ്ഞു മെഡിക്കൽ കോളേജിന് റൂസ കോളേജ് ഒരേ സ്ഥലത്ത് സ്ഥലമെടുത്തു. ആ സ്ഥലമെടുത്ത നടപടി കോടതി റദ്ദ് ചെയ്തു. സ്ഥലമില്ലാതെ റൂസ കോളേജ് ആകാശത്ത് കെട്ടാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല. അതാ പറയുന്നത്. സ്ഥലമില്ലാതെ എടുത്ത സ്ഥലം കോടതി കൊണ്ടുപോയി വെച്ചിട്ട് സ്ഥലമില്ലാതെ റൂസ കോളേജ് കെട്ടാൻ ഒരു MP-ക്കും അല്ല ആർക്കും കഴിയില്ല. സ്ഥലം സംസ്ഥാന സർക്കാർ. CAA-യുമായി ബന്ധപ്പെട്ട് CAA-യുടെ ഈ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ, ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ എല്ലാം കിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ട് കാര്യമില്ല. അവിടെ പറയണം. ചെറുവിരലല്ല പറയുന്നുണ്ട്. വയനാട് ആ ചോദ്യത്തിലേക്ക് വരൂ. എന്താണ് വന്യജീവി ആക്രമണത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യം? എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? ഇന്ത്യൻ റെയിൽവേ, വയനാട് റെയിൽവേയെ കുറിച്ച് DP നേരത്തെ പറയുകയുണ്ടായി. ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ടോ ഇല്ല? നിങ്ങളുടെ അഭിപ്രായം എന്താ? റെയിൽവേയുടെ കാര്യത്തിൽ ഇവരല്ലേ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്? അല്ല, വയനാട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ടോ? ഓരോ ചോദ്യം ചോദിച്ചു പോകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഡയറക്ട് ക്വസ്റ്റനാ അദ്ദേഹം ഉന്നയിച്ച ചോദ്യമാണ്. വന്യജീവി ആക്രമണത്തെ കുറിച്ച് ഈ MP വന്യജീവി 1972 ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും MP ആവശ്യപ്പെട്ടു? അതാണോ ഉത്തരം സാർ? വയനാട് സാർ, അദ്ദേഹം വയനാട്ടിലെ MP ആണ്. തിരിച്ചൊരു ചോദ്യം. അദ്ദേഹം വയനാട്ടിലെ MP ആണ്. ആരിഫ് MP ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പ്രതിപക്ഷത്തിന് MP ആവശ്യപ്പെട്ടാൽ മതി. സന്തോഷ് MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടുണ്ട്. സന്തോഷ് MP ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തല്ല, ഇന്ത്യൻ പാർലമെന്റിനകത്തോ അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിയെ അറിയിക്കുക എന്നുള്ളതാണ്. വനം വകുപ്പ് മന്ത്രി ഇതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി 2022 തന്നെ വനം വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വയനാട് ജില്ലയ്ക്ക് സംസ്ഥാന സർക്കാർ എത്ര കോടി രൂപയെ മാറ്റിവെച്ച്? ഇത്ര ആവേശം പറയുന്നുണ്ടല്ലോ. ആകെ കേരളത്തിൽ മാറ്റിവെച്ചത് 50 കോടി രൂപ. 3.5 കോടി രൂപയാണ് വയനാടിന് കിട്ടിയത്. ബാക്കി പൈസ പ്രധാനപ്പെട്ട വയനാടിന്റെ പ്രശ്നം വന്യജീവി ആക്രമണമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഭേദഗതി ഇവിടെ നിന്നൊരു MP ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ സർക്കാർ. എത്ര മനുഷ്യന് ഇനി കുരുതി കൊടുക്കണം സാർ? ആ വന്യജീവി സംരക്ഷണ നിയമം ഒന്ന് ഭേദഗതി ചെയ്യാൻ എന്താ തടസ്സം? വോട്ടർമാർ ചോദിക്കില്ലേ? എല്ലാവരുടെ അതിന്റെ മുമ്പ് എനിക്കെതിരെ വ്യക്തിപരമായ ആരോപണം വന്നപ്പോൾ താങ്കൾ അതിനെ തടയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നോക്കൂ, എന്തുമാത്രം വിഷമാണ്, സങ്കുചിത മനസ്സാണ് ഇവിടെ പലരുടെയും മനസ്സിലുള്ളത്. ദേശീയതയെക്കുറിച്ചൊക്കെ വലിയത് പറയും. വയനാട്ടുകാർക്ക് മാത്രമേ വയനാട്ടിൽ നിൽക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർ പുറത്തു പോകൂ എന്നാണോ പറഞ്ഞത്? മാത്രമല്ല, ഈ വയനാടിന്റെ മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ ആരാ? ഇവരാരെങ്കിലും ആണോ? ഞാൻ മനസ്സിലാക്കിയ ഒരു മൈഗ്രേറ്റഡ് ജില്ലയാണിത്. മാത്രമല്ല, ഞാൻ ചോദിച്ചല്ലോ എന്റെ പാരമ്പര്യത്തെക്കുറിച്ച്. സാർ, ഇത് കോഴിക്കോട് പാർലമെന്റിന്റെ ഭാഗമായിരുന്നു. താങ്കൾക്കറിയുമോ? നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം പറയട്ടെ സാർ. ക്ഷമ കാണിക്കൂ സാർ, ക്ഷമ കാണിക്കൂ. ഇതാണ് അസഹിഷ്ണുത, ഇതാണ് ജനാധിപത്യം. സങ്കുചിതമായ ചോദ്യം നമ്മൾ തള്ളിക്കളഞ്ഞു. അരുൺ പറഞ്ഞ ആ വാക്ക് ഞാൻ വിലക്ക് രണ്ടാമത് താങ്കൾ മതി സാർ. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വരാമെങ്കിൽ കോഴിക്കോട് വയനാട്ടിൽ വരാം സാർ. ഞാൻ പറയാ കിട്ടാ, അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വരാമെങ്കിൽ TPക്ക് കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ടും വരാം. 2019 മുതൽ അതിനുശേഷം താങ്കളുടെ ചോദ്യം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി സംരക്ഷണ നിയമം എന്തുകൊണ്ടാണ് ഭേദഗതി ചെയ്യാത്തത്? കേന്ദ്ര സർക്കാർ വോട്ടർമാർ ചോദിക്കില്ലേ? അല്ല, നിലവിലുള്ള നിയമത്തിന് എന്താ അപര്യാപ്തത? ഒരു മാരി പാണ്ഡ്യൻ ഇവിടെ വന്യജീവി ഭൂമിയിൽ ഇറങ്ങിയപ്പോഴും വെടിവെച്ചു വന്ന ചരിത്രമില്ലേ? കേന്ദ്രമന്ത്രി വന്നപ്പോ തന്നെ വ്യക്തമായി പറഞ്ഞു, സാർ ഒന്ന് കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ, കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. അവിടെ മൈക്കില്ല, പുറത്താരും കേൾക്കില്ല. ഇവിടെ കേന്ദ്രമന്ത്രി വന്നപ്പോ എന്താ പറഞ്ഞത്? ഈ വനഭൂമിയിൽ നിന്നും വനനിയമം വനഭൂമിയിൽ മാത്രമായി ഒതുക്കണം. ജനങ്ങളുടെ ഈ സഞ്ചാര മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവിയെ നശിപ്പിക്കാനുള്ള നിയമം ഇപ്പോൾ തന്നെയുണ്ട്. ചീഫ് വൈൽഡ് വാർഡന് അത് ഉത്തരവിടാനുള്ള അധികാരമുണ്ട്. അതിന്റെ കൃത്യമായ ധാരണ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ശശിയേട്ടൻ പറഞ്ഞത് ഞങ്ങളിപ്പോ ആദ്യം. സർ, നിങ്ങളല്ലല്ലോ ഉത്തരവിടുന്നത് നടപ്പിലാക്കുന്നു. രാജ്യത്ത് ആര്യപാണ്ഡ്യം നടത്തിയപ്പോ ഇവിടെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ നില സംവിധാനമുണ്ട്. അത് പറയാ നടത്താൻ ആർജവത്വമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ നിങ്ങൾക്ക്
അവർക്ക് നൽകാൻ കഴിയില്ലെങ്കിൽ ഇത് അനുഭവമായിരിക്കുമെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. ഒറ്റ വാചകത്തിൽ കെ സുരേന്ദ്രൻ ഈ വയനാട് മണ്ഡലത്തിൽ എത്ര വോട്ട് പിടിക്കുമെന്നാണ് നിങ്ങളുടെ കണക്കൂട്ടൽ? അല്ല, അങ്ങനെ ആരുടെയെങ്കിലും വോട്ട് അരുണ് പ്രവചിക്കാൻ പറ്റുമോ? അല്ല, എത്ര പിടിക്കുമെന്നാണ് ഒരു കണക്കൂട്ടൽ ഉണ്ടാവുമല്ലോ. ഇവിടെ ജയിക്കാനാണ് ബി ജെ പി മത്സരിക്കുന്ന അരുണെ. അതിനെന്താ തർക്കം? എന്താ തർക്കം? മൈനോറിറ്റി വോട്ട് ഈ നാട്ടിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. മണിപ്പൂർ വിഷയം നിൽക്കുന്നു, കേരള സ്റ്റോറി നിൽക്കുന്നു, സാധ്യതയുണ്ടോ? അരുണെ, പുൽപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബംഗാളിൽ ത്രിപുരയിൽ ബോക്സ നഗറിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ സിറ്റിംഗ് CPM MP-യിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യ പരീക്ഷണം 66% മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനം. അവിടെ ഇന്ത്യക്ക് കിട്ടിയത് 3909 വോട്ട്. ആ മണ്ഡലം പ്രതികരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി. ഇനി അഹമ്മദാബാദ് മേഖലയിൽ ലക്നൌവില് സർ അങ്ങനെ പൈസ കൊടുത്താൽ വീഴാവുന്ന കുറെ എണ്ണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമല്ല. ആ തരത്തില് പണത്തിൽ വീഴുന്നവരാണ് നിങ്ങളെങ്കിൽ സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ BJP-യുടെ പുറകെ വരരുത്. അതെ, ഈ കെ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തമിഴ്നാട്ടിൽ 4 കോടി രൂപയായിട്ട് BJP നേതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇവർ എത്ര കോടി അവിടെ കൊടുത്തിട്ടില്ലെന്ന് പറയട്ടെ. കെ സുരേന്ദ്രനെ പരിചാരണ്ട. അതവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം, ഈ BJP പ്രതിനിധി കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് കിട്ടില്ല. എന്താണെന്നറിയോ സംഭവം? എന്താണെന്ന് വെച്ചാൽ പകൽ വെളിച്ചത്തിൽ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് 50 രൂപക്ക് പെട്രോളും ഡീസലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തോന്ന് ചോദിക്കുമല്ലോ. 6000 രൂപ വാങ്ങി കീശാനിടുന്നതും 50 രൂപ പറയുന്നവനാ. അപ്പോൾ വയനാട് മണ്ഡലത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം വയനാട് മണ്ഡലത്തിന്റെ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്ന് വോട്ടർമാർ പറയുന്നു. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം വയനാട്ടിൽ നിന്നും ചുരമിറങ്ങുന്നു. ഇനി നമ്മൾ കണ്ടുമുട്ടും മലപ്പുറത്ത് നാളെ വൈകുന്നേരം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.